ഹായ് മക്കളെ, എൻ്റെ പേര് വഹാവുദ്ദീൻ. വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പാർട്ട്ണർഷിപ്പിലെ കുറച്ച് നിയമങ്ങളെ കുറിച്ചിട്ടാണ്. അതെ, നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. അതായത് പാർട്ട്നേഴ്സ് നമ്മളുടെ എഗ്രിമെന്റിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് വിളിക്കുന്നത്, അല്ലേ? സോ ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പാർട്ട്നേഴ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളെയും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? എഗ്രിമെന്റിൽ എഴുതിയിരിക്കണം. എന്നാൽ ചില സിറ്റുവേഷൻസിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലാത്ത അവസരങ്ങൾ വരാറുണ്ട്. ക്ലിയർ അല്ലേ? സോ ഇത്തരത്തിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിൽ എന്തായിരിക്കും നിയമങ്ങൾ എന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അതായത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയെ പറ്റി നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ അതിന് അസംപ്ഷൻ വെക്കേണ്ടത് എന്നുള്ളതാണ്. അതായത് ഡീഡിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വൽ ആയിരിക്കും. എങ്ങനെ? ഈക്വൽ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ്. അതായത് പാർട്ട്നേഴ്സിന്റെ സാലറി, കമ്മീഷൻ തുടങ്ങിയ കാര്യങ്ങളെ പറ്റി ഡീഡിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എക്സാമ്പിൾ നോക്കാം. രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ട്, എയും ബിയും. എ ആണ് ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എന്നാൽ ഡീഡിൽ ഇയാൾക്ക് വേണ്ട സാലറിയുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിലും ഇയാൾക്ക് സാലറി കൊടുക്കാൻ പാടില്ല. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? കമ്മീഷന്റെ കേസിലേക്കും സെയിം അവസ്ഥയാണ്. നമ്മൾ എന്ത് ചെയ്യേണ്ട? പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ട ആവശ്യമില്ല. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ കേസിലേക്കും ഡ്രോയിങ്സിന്റെ കേസിലേക്കും വരാണെങ്കിൽ നോട്ട് എൻടൈറ്റിൽ. ഡീഡിൽ നമ്മളൊരു റേഷ്യോ പറഞ്ഞിട്ടില്ലെങ്കിൽ, ഡീഡിൽ നമ്മളൊരു പെർസെൻറ്റേജ് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ടതല്ല. ഏറ്റവും അവസാനമായി പാർട്ട്നേഴ്സ് ലോണാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമ്മൾ ഒരിക്കലും ബാങ്കിൽ നിന്നും എടുക്കുന്ന ലോണല്ല. ഓക്കെ അല്ലേ? പാർട്ട്നേഴ്സ് ബിസിനസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് എന്ന ലോണിനെയാണ് പാർട്ട്നേഴ്സ് ലോൺ നമ്മൾ വിളിക്കുന്നത്. ക്ലിയർ? സോ ഇത്തരത്തിൽ പാർട്ട്നേഴ്സ് ബിസിനസ്സിലേക്ക് ലോൺ കൊണ്ടുവന്നാൽ ഡീഡിൽ അതിന്റെ ഇൻട്രസ്റ്റിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി നമ്മൾ 6% നിർബന്ധമായും പലിശ കൊടുത്തിരിക്കണം. വിച്ച് മീൻസ് ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ ആബ്സെൻസിൽ, പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലാത്ത സാഹചര്യത്തിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വൽ ആയിരിക്കും. റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് നോട്ട് എൻടൈറ്റിൽ, കൊടുക്കേണ്ട ആവശ്യമില്ല. ദെൻ അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നോട്ട് എൻടൈറ്റിൽ, കൊടുക്കേണ്ട ആവശ്യമില്ല. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ലോണിന്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിലോ ഇറ്റ് വിൽ ബി 6%. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലായല്ലോ. സോ ഇത്തരം വീഡിയോസിന് വേണ്ടി മക്കളെ അടിച്ചു കയറിപ്പോരെ സൈലത്തിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഓൾ ദ ബെസ്റ്റ്.